ഹേ ഗായ്സ്, ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ അവനൊന്ന് ഓഫീസില്ല. അപ്പോൾ നമുക്കിന്ന് കുറച്ച് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ രാവിലെ എണീച്ച് ആയുർവേദത്തിൽ ശരീരചിന്താ നിർവൃത്തിയം എന്നൊരു സംഭവം പറയുന്നുണ്ട്. അതായത് നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തെ പറ്റിയിട്ടും ആരോഗ്യത്തെ പറ്റിയിട്ടൊന്ന് ആലോചിക്കേണ്ടതുണ്ടെന്ന്. അപ്പോൾ അത് ആലോചിച്ച് കിടക്കുന്നതല്ല ഞാൻ ആക്ച്വലി. എനിക്ക് നല്ല ഉറക്കം വന്നിട്ട് ഉറക്കക്ഷീണം മാറാത്തതുകൊണ്ടാണ് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത്. കൂടുതൽ സമയം തിരിഞ്ഞു കിടക്കാനുള്ള സമയമല്ല. നമുക്ക് രാവിലെ തന്നെ അവൻ്റെ തറവാട്ട് അമ്പലത്തിൽ നമ്മൾ ഇതുവരെ രാവിലെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ എണീറ്റ് ആ അമ്പലത്തിലൊന്ന് പോയിട്ട് അവിടെ കുറച്ച് പരിപാടികൾ, നമ്മുടെ കല്യാണം അവിടെ രജിസ്റ്റർ ചെയ്യുക, അങ്ങനെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്. കല്യാണത്തിന്റെ ഒരു 1-2 മാസം മുമ്പ് വരെ എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും ഏതെങ്കിലും ഒരു ടോപ്പിക്കോ എടുത്ത് വായിക്കുക എന്നുള്ളൊരു ശീലം ഉണ്ടായിരുന്നു. പക്ഷെ കല്യാണത്തിന് ശേഷം ഇപ്പൊ 2 മാസം കഴിഞ്ഞിട്ട് പോലും എനിക്ക് ആ ഒരു ശീലം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഇനി ഇന്നു മുതൽ ഒന്ന് പ്ലാൻ ചെയ്ത് തുടങ്ങണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. നമ്മുടെ വീട്ടിൽ ഏറ്റവും അവസാനം എണീക്കുന്നത് ഞാനാണ്. എന്റെ വർക്ക് ഹോളിക് ആയിട്ടുള്ള ഹസ്ബൻഡ് എന്നെക്കാൾ ഒരു മണിക്കൂർ മുമ്പേ നേരത്തെ എണീച്ചിട്ട് അവന്റെ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എം ടി സ്റ്റൊമക്കിൽ ചെറു ചൂടുവെള്ളം കുടിക്കുന്നതിന് കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാൻ ആ ഒരു റൂട്ടീൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അമ്പലത്തിൽ പോയി വന്നിട്ട് അകമടിച്ചു വാരാം, അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് അകമടിച്ചു വാരാം എന്നിങ്ങനെ 2 തരത്തിലുള്ള വാദങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവസാനം ഞാൻ 2 മിനിറ്റിൽ പണി തീർത്തു കൊടുക്കാമെന്ന് സമ്മതിച്ചോടുകൂടി അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ അകമടിച്ചു വാരാന്നുള്ളൊരു കൺക്ലൂഷനിൽ നമ്മൾ എത്തേണ്ടായി. കാരണം എനിക്ക് അലങ്കോലമായി കിടക്കുന്ന സ്ഥലത്തു നിന്നും അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ട് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മൾ തലയിൽ എണ്ണ ഇട്ടിട്ട് കുളിക്കാൻ വേണ്ടി പോവാണ്. യൂഷ്വലി ഞാൻ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് മസാജ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ തല നനയ്ക്കാറുള്ളൂ. പക്ഷെ ഇന്ന് നമുക്ക് അതിനുള്ള സമയവും സാഹചര്യവും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണ തേച്ച ഉടനെ തന്നെ കുളിക്കുകയും ചെയ്യും. നമ്മളൊരു ആയുർവേദിക് ഹെയർ ഓയിലാണ് തലയിൽ യൂസ് ചെയ്യുന്നത്. ഞാൻ വെളിച്ചെണ്ണ തലയിൽ തേക്കും, എന്നിട്ട് ഷാമ്പൂ ഇടും. ഇതുപോലെ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. കല്യാണ സമയത്ത് എനിക്ക് ഏതെങ്കിലും ഒരു ഹെയർ കട്ട് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ മുടി വെട്ടാൻ വേണ്ടിയിട്ട് അമ്മ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഒരു തരത്തിൽ ഇന്ന് അനുഗ്രഹമായി എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം കല്യാണ സമയത്ത് ഭയങ്കര തിരക്കും കാര്യങ്ങളും പർച്ചേസും എല്ലാം ഓട്ടം തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് ഹെയർ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനുള്ള ഒരു ടൈം പോലും ഉണ്ടായിരുന്നില്ല. സബ്സിക്വന്റ്ലി ഇപ്പൊ നല്ല ഹെയർ ഫോൾ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ലെങ്ത്തും കൂടെ കുറഞ്ഞിരുന്നെങ്കിൽ ഒത്തിരി ഹെയർ പോയൊരു ഫീൽ ഉണ്ടായേനെ. കല്യാണത്തിന് ശേഷം ഞാൻ പുതിയൊരാളായി മാറി എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ രാവിലെ എണീറ്റുള്ള ഈ കുളി. കല്യാണത്തിന് മുമ്പേ രാവിലെ എണീറ്റ ഉടനെയുള്ള ഈ തണുത്ത വെള്ളത്തിലുള്ള കുളി എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. നമ്മുടെ വീട്ടിലിപ്പോൾ എല്ലാവരും എണീറ്റ ഉടനെ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം കുളിക്കുക എന്നുള്ളതാണ്. പക്ഷെ മുമ്പൊക്കെ നമ്മൾ എണീറ്റ് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് നോക്കേണ്ടായിരുന്നുള്ളൂ. ഈ ഒരു മാറ്റം എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പിനെസ് കൊടുത്തിട്ടുണ്ടാവും. കാരണം 10-30 വർഷം കൊണ്ട് അമ്മ ഡയറക്റ്റ് ചെയ്ത് ശരിയാവാത്ത കാര്യമാണ് കല്യാണശേഷം ഞാൻ പെട്ടെന്നൊരു ചേഞ്ച് വന്നിട്ടുള്ളത്. നീരിറക്കത്തിന്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കുളിച്ചു വന്ന ഉടനെ തന്നെ തലയിൽ രാസ്നാദി ചൂർണ്ണം ഇടുന്നത് എൻ്റെ ചെറുപ്പം മുതലേ ഉള്ള ശീലമാണ്. അപ്പോൾ അത് കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷമൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഹാബിറ്റാണ്. പിന്നെ ഇതൊരു നാച്ചുറൽ ലിപ് ബാം ആണ്. അത് ഒരു ആയുർവേദിക് ലിപ് ബാം ആണ്. അത് ലിപ് ബാം ആയിട്ടും ലിപ്സ്റ്റിക് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ് ബാം ആണിത്. അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ്റെ മൂത്ത പെങ്ങളെ ഭർത്താവ് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പം ഞങ്ങൾക്ക് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം നമ്മൾ ലഞ്ച് അവിടെ പോയിട്ടായിരിക്കും കഴിക്കുന്നുണ്ടാവുക. ഇപ്പൊ പോകുമ്പോൾ സെറ്റ് സാരി എടുക്കാന്നായിരുന്നു നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സെറ്റ് സാരി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം വേണ്ടി വരുമല്ലോ എന്നുള്ളത് കാരണം നമ്മളൊരു പുതിയൊരു ചുരിദാർ ഇട്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോകുമ്പോൾ ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഔട്ട്ഫിറ്റ്. ഈ ഡ്രസ്സ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് ശോഭികയെന്നായിരുന്നു. ഇത് വാങ്ങിയ സമയത്ത് ആ ഒരു പർച്ചേസിന്റെ തിരക്ക് കാരണം എനിക്ക് കൂടുതലായിട്ട് ഇതിന്റെ ഭംഗിയോ കാര്യങ്ങളോ ഒന്നും നോക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. എൻ്റെ ഒരു പകുതി ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പം ഇതൊരു ഭയങ്കരമായിട്ടൊരു ഭംഗി നമുക്ക് തരുന്നുണ്ടെന്ന് മനസ്സിലായി. ഭയങ്കര സിമ്പിളായിട്ട് ഒരുങ്ങിയിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക്, ഐലൈനർ, പൊട്ട്, ഇത്ര മാത്രമേ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്, എന്തോരം ചേഞ്ചസ് ആണല്ലോ എല്ലാ മേഖലയിലും എന്നതുപോലെ മേക്കപ്പ് ഇൻഡസ്ട്രിയിലും വന്നിട്ടുള്ളത്. പ്രീവിയസ്ലി നമ്മൾ വെറും ഒരു പൗഡർ, ടാൽക്കം പൗഡറും പൊട്ടും കൺമഷിയും മാത്രം ഇട്ടുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പൊ എന്തോരം മേക്കപ്പ് ഐറ്റംസും കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഒക്കെയാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ ഇതിൽ എല്ലാ പ്രോഡക്ട്സും റിലയബിൾ അല്ലെങ്കിലും ചില പ്രോഡക്ട്സ് അധികം സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാക്കാതെ തന്നെ നമുക്ക് വേണ്ട ഒരു റിസൾട്ടും നല്ലൊരു ഭംഗിയും കൊടുക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് ചില മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെത് മാത്രം. ഇപ്പൊ ഞാൻ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫേസിന്റെ ഫൈനൽ ലുക്കിന് നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നത് നമ്മുടെ പൊട്ടിനെയാണ്. അപ്പൊ അതിനകത്തൊരു സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു പൊട്ടാണ് ഞാൻ ഇന്ന് പ്രിഫർ ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ ഇങ്ങനെ ഒരുങ്ങി വരുമ്പോഴത്തേക്കും പുള്ളിയുടെ ഒരുക്കം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. എന്റെ ഡ്രസ്സിന്റെ കളറിന് യാതൊരു മാച്ചും ഇല്ലാത്തൊരു കളറാണ് അവൻ ഇന്നിട്ടിട്ടുള്ളത്. പക്ഷെ ആ കളർ അവന് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ള ഒറ്റ
കാരണം കൊണ്ട് നമ്മൾ ഇന്ന് ഈ ഒരു പ്രശ്നം വിവാദമാക്കുന്നില്ല. എന്റെ ഈ ചുരിദാർ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇന്ന് ഇടുന്നത്. ആ ചുരിദാർ ഇട്ടിട്ട് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവൻ കുറച്ച് നല്ല കോംപ്ലിമെന്റ്സ് തരുകയുണ്ടായി. രാവിലെ എണീറ്റ മുതൽ ഞാൻ ഇത്രയും നേരമായിട്ടും ഫോൺ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. നോർമലി ഞാനൊരു 100 റീൽസ് കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പം അവൻ ഹെയർ സെറ്റ് ചെയ്ത് വാച്ച് കെട്ടി സ്പ്രേ അടിക്കുന്ന ആ ഒരു സമയത്തിന്റെ ഗ്യാപ്പ് കൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് ഫോൺ നോക്കുകയും ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പെർഫ്യൂം യൂസ് ചെയ്യുന്നത് ഞാനും ഇവനും 2 ടൈപ്പിലാണ്. ഞാൻ ചറപറ നേരത്തെ അടിക്കും, പക്ഷെ ഇവൻ ചില സ്പെസിഫിക് പോയിന്റ്സിൽ മാത്രമാണ് പെർഫ്യൂം ഉപയോഗിക്കാറുള്ളത്. ഇപ്പൊ സമയം 6:30 ആയിട്ടുണ്ട്. 7:30 മണി വരെ മാത്രമേ അമ്പലത്തിന്റെ നട തുറന്നിരിക്കുകയുള്ളൂ. തറവാട് അമ്പലം വീടിന്റെ അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. രണ്ടുപേരുടെയും ഒരുക്കം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഔട്ട്ഫിറ്റ് ചെക്കിങ്ങിന്റെ പട്ടിഷോ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സീരിയസ്ലി എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആരെയൊക്കെ ഞാൻ ഈ ഡ്രസ്സ് എടുത്തിട്ട് കാണിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഈ ഡ്രസ്സിനെ പറ്റി നല്ല അഭിപ്രായമായിരുന്നു. ഇനി അത് എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി പറഞ്ഞതാണോന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഒറ്റയ്ക്ക് തിരിഞ്ഞു കളിച്ചതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കാൻ തുടങ്ങി. അതിനുശേഷം നേരെ താഴേക്ക് ഇറങ്ങി അമ്മയോട് യാത്ര പറഞ്ഞു. അമ്മ നേരത്തെ തന്നെ എണീറ്റിട്ട് കുളിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. കല്യാണത്തിന്റെ അന്ന് കല്യാണം കഴിഞ്ഞ് ഒരു ഉച്ച തിരിഞ്ഞ നേരത്താണ് നമ്മൾ രണ്ടുപേരും കൂടി ആദ്യമായിട്ട് ഈ അമ്പലത്തിൽ പോകുന്നത്. അതിനുശേഷം ആദ്യമായിട്ട് ഇന്നാണ് പ്രതിഷ്ഠയൊക്കെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് നമ്മുടെ തറവാടാണ്. ഭയങ്കര ഭംഗിയുള്ള ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു ഐശ്വര്യം ഇതിനുണ്ട്. ഇപ്പൊ ഇവിടെ ആരും താമസിക്കുന്നില്ല, പക്ഷെ ഇവിടെ പ്രതിഷ്ഠയും വിളക്ക് വെക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു തറവാടിനെ സെന്റർ ആക്കി വെച്ചിട്ട് അതിന് ചുറ്റും വേറെ വീടുകൾ എടുത്തിട്ടാണ് മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാരൊക്കെ മാറി താമസിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ഒരു മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയോ, മഴ പ്ലസ് അമ്പലം പ്ലസ് ഭക്തിഗാനങ്ങൾ ഭയങ്കര അടിപൊളി കോംബോ ആണ്. ഇറങ്ങുന്ന സമയം തന്നെ അമ്മ മഴ മുന്നേ കണ്ടിട്ട് കൊട എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കൊട എടുത്തിട്ട് നേരെ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മാരേജ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. എവിടെയായിരുന്നു ഇവിടെ അമ്പലവും ബീച്ചും കൂടിച്ചേരുന്ന അത് ഇവിടെ നമുക്ക് പോവാലോ. അത് ഇവിടെ നിന്നുണ്ട് ഇങ്ങനെ ബീച്ചിന് അങ്ങോട്ട്. ഇതാണ് അമ്പലം. ബീച്ച് നമുക്ക് അങ്ങോട്ട് പോവാം. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ച അമ്പലം ഉരുപുണ്യക്കാവ് എന്ന് പറയുന്നത് മൂടാടിയുള്ള കൊയിലാണ്ടിയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു അമ്പലമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ അവൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നിൽക്കുന്ന നമ്മുടെ തറവാട് അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റും കടൽ തന്നെയായിരുന്നു. അത് ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കൊയിലാണ്ടിയുള്ള മിക്കവാറും അമ്പലങ്ങൾ ഇങ്ങനെ കടലിനോട് ചേർത്തിട്ടാണ്. അത് ഭയങ്കര ഒരു വൈബാണ് കേട്ടോ. അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മ 4 ഐറ്റം ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഉപ്പുമാവ്, പത്തിരി, ദോശ, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ചു നേരം എന്തൊക്കെയോ അധികമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മിഥുന് പുറത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം അവൻ ഭക്ഷണം കഴിച്ച ഉടനെ പുറത്തേക്ക് ഇറങ്ങി. അച്ഛൻ ഇന്ന് അതിരാവിലെ കൊട്ടിയൂർ അമ്പലത്തിൽ പോവുകയുണ്ടായി. ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിട്ട് കഴിക്കാനുള്ളത് കാരണം ഞാൻ രാവിലെ കുറച്ച് മൈൽഡ് ആയിട്ടാണ് പിടിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് നമ്മൾ നേരെ മുകളിൽ കയറിയിട്ട് ക്യൂടെക്സ് ഇടുക എന്നുള്ളതായിരുന്നു അടുത്ത പരിപാടി. ഡ്രസ്സുകളൊക്കെ അലക്കി വിരിക്കാനുള്ള സൗകര്യം നമുക്ക് മുകളിൽ തന്നെ ഉള്ളത് കാരണം ഞാൻ ക്യൂടെക്സ് ഇടുന്നതിന്റെ ഇടയിൽ കൂടെ പോയിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് മെഷീനിൽ ഓരോ ഡ്രസ്സുകൾ ഇടുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. യൂഷ്വലി ഞാൻ വലതേ കയ്യിൽ ക്യൂടെക്സ് ഇടാറില്ല, പക്ഷെ ഇന്ന് എന്തോ എനിക്ക് വലതേ കയ്യിലും കൂടെ ക്യൂടെക്സ് ഇടാൻ തോന്നിയത് ഞാൻ വലതേ കയ്യിലും കൂടെ ക്യൂടെക്സ് ഇട്ടു ഇന്ന്. പിന്നെ ഈ ഐസ്ക്രീം കഴിപ്പാണ്. ഈ ഐസ്ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അച്ഛൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ഐസ്ക്രീം ആണിത്. ഇത് മാംഗോ ആണ് ഇതിന്റെ ഫ്ലേവർ. ഇതിനൊരു സ്റ്റോറി ഉണ്ട്. അതായത് ഞാൻ വീട്ടിലേക്ക് പോകുന്ന ദിവസം ഒരു വലിയ പാത്രം മുഴുവനായിട്ടും അച്ഛൻ ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഐസ്ക്രീം കഴിക്കുമ്പോൾ അതിനകത്ത് മാംഗോയുടെ പൾപ്പൊക്കെ നല്ലപോലെ കിട്ടുന്നുണ്ടായിരുന്നു. അതാണെങ്കിൽ ഞാൻ വീട്ടിലെത്തുമ്പോൾ രാത്രി ഒരു 12 മണി ആയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ അത് എടുപ്പിച്ചിട്ട് ഞാൻ അത് കഴിക്കണ്ടായി. ഐസ്ക്രീം കഴിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മാറ്റി വിരുന്നിന് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ രാവിലെ അമ്പലത്തിൽ പോകുമ്പോട്ടിരുന്ന സെയിം ഡ്രസ്സ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ മേക്കപ്പ് മാത്രം ചെറുതായിട്ടൊന്ന് മാറി കുറച്ചും കൂടി ഒരു ലക്ഷറി മേക്കപ്പിലേക്ക് വന്നു. ഇതിൽ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള പാർട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിരുന്നിന് പോകുന്നത് 2 വീലർ എടുത്തിട്ട് പോകാന്നായിരുന്നു വിചാരിച്ചത്. അത് കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയിട്ട് നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ രണ്ടുപേരും റെയിൻകോട്ടൊക്കെ ഇട്ട് ഒരുങ്ങി നിന്നു. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുത്ത സമയത്തേക്കും വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നില്ല. നമ്മൾ കുറെ വട്ടം ഓടിക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ വണ്ടി അനങ്ങുന്നുണ്ടായിരുന്നില്ല. അവസാനം നമ്മൾ പുറത്തുനിന്ന് ഒരു വണ്ടി വിളിച്ചിട്ടാണ് നമ്മൾ ഈ വിരുന്നിന് പോയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിക്ക് കൊയിലാണ്ടിയിൽ മലബാർ ചിപ്സിൽ കയറിയിട്ട് കുറച്ച് ബേക്കറി ഐറ്റംസും സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടായി. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റ് വിരുന്നായിരുന്നു ഇത്. അവിടെ പോയപ്പോൾ അവിടെ ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി, ബീഫ്, ഫിഷ്, ഐസ്ക്രീം, ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ പായസം, എന്തൊക്കെയൊക്കെയോ ഐറ്റംസ്, എണ്ണിയാ തീരാത്ത ഐറ്റംസ് ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കഴിച്ചു കഴിഞ്ഞു. അപ്പോഴേക്കും എന്റെ അച്ഛനും അമ്മയും അനിയനും ഒക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വളരെ സീരിയസ് ആയിട്ട് മിഥുൻ എന്റെ അനിയനെ ഉപദേശിച്ചു. 15 മാസമായി
15 മാസം, അതായത് 1 വർഷം 3 മാസം, 1.25 മാസമായി. അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവർ ഇഷ്ടംപോലെ ബേക്കറി ഐറ്റംസ് നമുക്ക് തിരിച്ചു തരുകയുണ്ടായി. അത് മാത്രമായിരുന്നില്ല, കുറെ ചക്കകളും പിന്നെ കുറെ വാഴക്കൊല, കുറെ എന്തൊക്കെയോ സാധനങ്ങൾ, ജൈവികമായിട്ട് അവർ തന്നെ വളർത്തിയിട്ടുള്ള കുറെ പച്ചക്കറികളും വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നമുക്ക് തരുകയുണ്ടായി. അച്ഛൻ ഇന്ന് വളരെ പുലർച്ചെയുള്ള ഒരു ട്രെയിനിന് കൊട്ടിയൂര് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രസാദവും തീർത്തൊക്കെയാണ് അമ്മ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നോണ്ടിരിക്കുന്നത്. പിന്നെ കൊട്ടിയൂരിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു വിശേഷപ്പെട്ട ഒരു പൂവെന്നാ പറയാ, നമ്മൾ വീടിന്റെ ഉമ്മറത്തൊക്കെ തൂക്കുന്ന ഒരു അലങ്കാരത്തിനും ഐശ്വര്യത്തിനൊക്കെ വേണ്ടി തൂക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഇതും അച്ഛൻ വാങ്ങിച്ചിട്ടുള്ളതാണ് കൊട്ടിയൂര് പോയപ്പം. പിന്നെ അവിടെ നിന്നുള്ള പ്രസാദങ്ങളും നെയ്യും നിവേദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കഴിക്കണ്ടായി. വല്യച്ഛന്മാരുടെയും പാപ്പന്റെ ഒക്കെ വീട് അതേ കോമ്പൗണ്ടിൽ തന്നെ ആയത് കാരണം നമ്മള് പ്രസാദമൊക്കെ അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കണ്ടായി. കുറച്ചു നേരം കൂടെ അവിടെ ഇരുന്നിട്ട് വർത്താനം പറഞ്ഞ് കുറച്ച് ടി വി ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഓരോ ദിവസവും എത്ര വേഗത്തിലാണ് പോകുന്നതെന്ന് ചിലപ്പോൾ തോന്നിപ്പോവും. എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ട്. ഇനി ഇന്ന് ബാക്കി വെക്കുന്ന കാര്യങ്ങളും നാളെ ഓൾറെഡി പ്ലാൻ ഉള്ള കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് നാളെ ചെയ്തു തീർക്കണം. അപ്പൊ എല്ലാവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.